ഏതൊരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിലും പരിശുദ്ധ ഖുർആൻ ഉണ്ടാകും. ആ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട 17 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പലരും ചോദിക്കാറുണ്ട്, പഴയ മുസഹഫുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇൻഷാ അള്ളാ വിശദമായി നമ്മൾക്ക് പഠിക്കാം. മൊബൈൽ ഫോണിൽ നോക്കി ഖുർആൻ ഓതുന്ന സമയത്ത് ഉളൂഇന്റെ ആവശ്യമുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. ആർത്തവമുള്ള സമയത്ത് സഹോദരിമാർക്ക് പരിശുദ്ധ ഖുർആൻ ഓതാൻ വല്ല വഴികളുമുണ്ടോ? അതും നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ പരമദയാലുവായ റഹ്മാനെ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ, എല്ലാവർക്കും നീ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കരസ്ഥമാക്കണം. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഏതൊരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിലും ഉണ്ടാവേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഇല്ലാത്ത വീട് യഥാർത്ഥ മുസ്ലിമിന്റെ വീടല്ല എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അത്രമേൽ ഒരു മുസ്ലിമായ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനുമായി അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ് വളരെയേറെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈനി, നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളെ ജീവിത വിജയത്തിന് വേണ്ടി ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ ഇട്ടേച്ചുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിലേക്ക് പോകുന്നത് എന്ന് മുത്തുനബി പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, കിതാബ് അല്ലാഹി വസുന്നത്ത് നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് വിജയിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് തന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനില്ലാതെ, ഖുർആനുമായി ബന്ധപ്പെടാതെ മുസ്ലിമേ, മുഅ്മിനെ, എന്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഉപ്പമാരെ, നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. രണ്ടാമത് സുന്നത്തി നബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിയാകാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായി മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് വശിഫാഉൻ, അത് നമ്മൾക്ക് ഷിഫാ ആണ്. എല്ലാ കാര്യത്തിനും സന്തോഷത്തിനും എല്ലാ പ്രയാസങ്ങളും മാറാനും അസുഖങ്ങളും മാറാനുമുള്ള ഒരു മരുന്നാണ് പരിശുദ്ധ ഖുർആൻ. വറഹ്മത്തുൻ, അള്ളാഹുവിന്റെ കാരുണ്യമാണ് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല തുമഈനത്തുൽ ഖൽബി, ഖൽബിന് സന്തോഷം ലഭിക്കാൻ, ടെൻഷൻ മാറാൻ, ജീവിത വിജയത്തിനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ആ ഖുർആൻ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും. ഇല്ലാത്ത ആളുകൾ ഉടനെ പോയി പരിശുദ്ധ ഖുർആൻ വാങ്ങണം. പരിശുദ്ധ ഖുർആൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട 17 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ 17 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആനിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരും. ഏതൊക്കെയാണ് ആ 17 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. കാരണം പലർക്കും ഈ പറയാൻ പോകുന്ന മസലകള്, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയൂല. നിങ്ങൾ സ്വന്തം മാത്രം കേട്ട് ക്ലാസ് ഓഫാക്കി പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഖുർആനും ഓതാനും തൊടാനും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. ശരിക്കും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഓതാനും തൊടാനും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അപ്പൊ ഒരാൾക്ക് ജനാബത്തുണ്ടെങ്കിൽ അവൻ ഖുർആൻ ഓതാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ തൊടാനും പാടില്ല.
ഒരാൾക്ക് ആർത്തവക്കാരിയാണെങ്കിൽ അവൾ ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാനും പാടില്ല എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. ഹറാമിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഖുർആൻ ഓതണമെങ്കിലും അതുപോലെ തന്നെ തൊടണമെങ്കിലും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇവിടെ പല സഹോദരിമാരും ചോദിക്കാറുണ്ട്, ആർത്തവമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന്. ഞങ്ങൾ പല ദിവസങ്ങളിലായി ചെറിയ ചെറിയ സൂറത്തുകൾ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ആയത്തുകളൊക്കെ സ്ഥിരമായി ഓതാറുണ്ട്, അത് ഓതാൻ പറ്റുമോ എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾക്ക് എന്നും ഓതുന്ന ഒരു വാരിതായി നമ്മൾ ഓതുന്ന ചില ദിക്റുകൾ അതല്ലെങ്കിൽ ചില ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടെങ്കിൽ അത് ദിക്റാണ് എന്ന ചിലക്ക് നമ്മൾക്ക് ഓതാം. അഥവാ നമ്മൾ ആയത്തുൽ കുർസി എല്ലാ ദിവസവും പതിവായി ഓതുന്നവരാണെങ്കിൽ ആയത്തുൽ കുർസി ഒരു ദിക്റാണ് എന്ന നിലക്ക് നമ്മൾക്ക് ഓതാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും കുൽഹു അല്ലാഹു സൂറത്ത് 100 പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ ആ കുൽഹു അല്ലാഹു സൂറത്ത് എല്ലാ ദിവസവും ആർത്തവമുള്ള സമയത്ത് ദിക്റാണ് എന്ന ചിലക്ക് നമ്മൾക്ക് ഓതാം. ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ ഓതാൻ പാടില്ല, ഓതൽ ഹറാമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഫലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും എന്ന ആയത്ത് അധിക ആളുകളും എല്ലാ ദിവസവും ഓതാറുണ്ടാവും. അത് ഒരു ദിക്റാണ് എന്ന നിലക്ക് ആർത്തവമുള്ള സമയത്ത് നമ്മൾക്ക് ഓതുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ജനാപത്തുകാരനായിരിക്കെ ഖുർആൻ ഓതാനും തൊടാനും പാടില്ല. അതുപോലെ തന്നെ ആർത്തവക്കാരി ഖുർആനാണ് എന്ന നിലക്ക് ഓതാൻ പാടില്ല, തൊടാൻ ഒരിക്കലും പാടില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത് ഖുർആനുമായി നാം മനസ്സിലാക്കേണ്ട വിഷയം, ഖുർആൻ തൊടാൻ ഉളൂ നിർബന്ധമാണ്. ഖുർആൻ തൊടുന്ന സമയത്ത് നമ്മൾക്ക് ഉളൂ ഉണ്ടാകണം. ഖുർആൻ ഓതാൻ ഉളൂഇന്റെ ആവശ്യം ഇല്ല. ഇപ്പൊ കാണാതെ അറിയുന്ന സൂറത്തുകളൊക്കെ, യാസീൻ സൂറത്ത്, ഫാത്തിഹ സൂറത്തൊക്കെ നമ്മൾക്ക് കാണാതെ അറിയും. അത് കാണാതെ നമ്മൾ ഓതുന്ന സമയത്ത് ഉളൂഇന്റെ നിർബന്ധം ഇല്ല, ഉളൂ സുന്നത്തുള്ളൂ. ഖുർആൻ ഓതാൻ ഉളൂ ഉണ്ടാക്കൽ സുന്നത്താണ്, പക്ഷേ ഖുർആൻ തൊടാൻ ഉളൂ എടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇപ്പൊ പല ഉമ്മമാരും വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഖുർആൻ എടുത്തുകൊണ്ട് അലമേറയിലേക്ക് വെക്കലുണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഉളൂ ഉണ്ടാക്കൽ നിർബന്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല ഉമ്മമാരും നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ ഖുർആൻ എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കുട്ടികളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് ഉളൂ ഇല്ലാതെ എപ്പോഴാണ് ഖുർആൻ തൊടാൻ പറ്റുക? പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മളെ മുസഹഫ് നമ്മളിങ്ങനെ അലമാറയിലേക്ക് വെക്കാൻ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. കുട്ടിക്ക് ഉളൂ ഇല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പാടില്ല. പഠനാവശ്യത്തിന് വേണ്ടി മാത്രമേ കുട്ടികൾക്ക് ഉളൂ ഇല്ലാതെ ഖുർആൻ തൊടാൻ പറ്റൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പല ഉമ്മമാരും ഉളൂ ഇല്ലാതെ മുസഹഫ് എടുക്കാൻ വേണ്ടി ഒരു പായയിലോ അതല്ലെങ്കിൽ പേപ്പറിലോ അതല്ലെങ്കിൽ വല്ല കവറിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നതായി കാണാം. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഖുർആൻ തൊടാനും ഖുർആൻ അതുപോലെ തന്നെ ചുമക്കാനും ഉളൂ നിർബന്ധമാണ്. ഖുർആൻ എഴുതാൻ ഉളൂ നിർബന്ധമാണ്. ഇത് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഉമ്മമാരും ഇത് ശ്രദ്ധിക്കാറില്ല. ഖുർആൻ ഉളൂ ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ വമ്പൻ അപകടം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് കടുത്ത ഹറാമാണ് എന്ന് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, പല സഹോദരിമാരും പല സഹോദരന്മാരും ചോദിക്കാറുണ്ട്, ഖുർആൻ തൊടാൻ ഉളൂ വേണം. പക്ഷേ ഇപ്പൊ സാധാരണ എല്ലാ ആളുകളും ഖുർആൻ മൊബൈലിൽ നോക്കി ഓതാറുണ്ട്. അങ്ങനെ മൊബൈലിൽ നോക്കി ഓതുന്ന സമയത്ത് ഖുർആൻ തൊടാൻ ഉളൂഇന്റെ ആവശ്യമുണ്ടോ? മൊബൈലിൽ ഇപ്പൊ ഖുർആൻ ഉണ്ടാവും, നമ്മളിങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റുന്ന സമയത്ത്, പേജുകൾ ഇങ്ങനെ മറിക്കുന്ന സമയത്ത് ഉളൂഇന്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. മൊബൈൽ ഫോണിലുള്ള ഖുർആൻ തൊടാൻ ഉളൂഇന്റെ ആവശ്യമില്ല, അത് ചിപ്പിയുടെ ഉള്ളിലാണുള്ളത് എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്, വലിയ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ആ ഒരു സംശയം നമ്മൾക്ക് ഉണ്ടാകേണ്ടതില്ല. ഇനി ഒരാൾക്ക് മൊബൈൽ ഖുർആൻ ഓതുന്ന സമയത്ത് ഉളൂ ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിലോ, നീ ഉളൂ ഉണ്ടാക്കിക്കോ, അത് നല്ലൊരു പുണ്യമുള്ള കാര്യല്ലേ എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നാലാമത്തെ കാര്യം, ഖുർആൻ കാണാതെ ഓതുന്ന പല ആളുകളുണ്ട്. എനിക്ക് ഖുർആനൊക്കെ കാണാതെ അറിയും, ഞാനിപ്പോ എന്തിനാ ഖുർആനിലേക്ക് നോക്കി ഓതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന് എപ്പോഴും കാണാതെ ഓതുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആൻ കാണാതെ ഓതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് ഖുർആനിലേക്ക് നോക്കി ഓതുന്നതിന് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വയജ്ലിബുൽ ബറക്കത്തൽ ഐൻ, നമ്മളെ കണ്ണിന് വലിയ ബറക്കത്താണ് പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കല്. അപ്പൊ ഖുർആനിലേക്ക് നോക്കണം. സഹാബിമാരൊക്കെ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയാണ് ഓതിയിരുന്നത്.
സഹാബിമാർക്കൊക്കെ ഖുർആൻ കാണാതറിയ, ഉസ്മാൻ റളിയല്ലാഹു ഖുർആൻ കാണാതറിയ, എന്നാൽ പോലും അങ്ങനെയുള്ള സഹാബിമാര് ഖുർആനിലേക്ക് നോക്കി ഓതാറുണ്ടായിരുന്നു. കാനൂ യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ മുസ്ഹഫിലേക്ക് നോക്കി ഓതിയിരുന്നു എന്ന് അവരെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം. കണ്ണിന് നല്ല കാഴ്ചശക്തി ലഭിക്കാനും അത് നല്ലതാണ്. അപ്പോ കാണാതെ എല്ലാ ദിവസവും ഓതുമ്പോ എല്ലാ ദിവസവും ഖുർആനിലേക്ക് നോക്കാനും നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തെ കാര്യം ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. പല ഉമ്മമാരും ഖുർആൻ ഓതി ആ മുസല്ലയിൽ തന്നെയാണ് വെക്കും. നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഖുർആനും വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഉയർന്ന സ്ഥലത്ത് ഖുർആൻ വെച്ചിട്ടില്ലെങ്കിൽ അത് ബഹുമാനക്കേടാണ്. ഖുർആനിനെ ബഹുമാനിക്കാതിരുന്നാൽ അതിന്റെ ശാപം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കുക, ഒരിക്കലും നിലത്ത് വെക്കരുതേ, വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുതേ, എന്ന് നജസിൽ കൊണ്ടുപോയി ഖുർആൻ വെക്കരുതേ എന്നൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആറാമത്തെ വിഷയം, ഖുർആനിന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. പല ആളുകളും എന്താ പത്രമല്ല, അത് പത്രമല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ ഖുർആനിന്റെ നേരെ ഒരിക്കലും നമ്മൾ കാല് നീട്ടാൻ പാടില്ല. അത് അദബ് കേടാണ്, ഖുർആനിനെ നിന്ദിക്കലാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. മക്കളോട് പറഞ്ഞു കൊടുക്കണം അല്ലെ. മക്കളൊക്കെ ഖുർആന്റെ നേരെ കാല് നീട്ടും, ഖുർആൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടുപോകും മദ്രസയിലേക്കൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കുക. ഖുർആൻ ബാക്കിലാക്കി കൊണ്ടുപോകലുണ്ട്, ബാഗ് ബാക്കിലേക്കാരം. അപ്പൊ ബാക്കിലാക്കിയിട്ട് ഖുർആൻ കൊണ്ടുപോകും. അതൊക്കെ ശ്രദ്ധിക്കാൻ പറയണം. ഖുർആൻ നെഞ്ചോട് ചേർക്കണം. ചെറിയ കുട്ടികളെ നമ്മൾ താലോലിക്കുന്നതിനേക്കാൾ നല്ല കാരുണ്യത്തോടുകൂടെ മുസ്ഹഫ് നമ്മൾ പിടിക്കണം. ഖുർആൻ മുന്നിലാണ് എപ്പോഴും നിൽക്കേണ്ടത്, നമ്മളെ ബാക്കിൽ വെക്കേണ്ടതല്ല. പരിശുദ്ധ ഖുർആൻ അത് നമ്മളെ ഇമാമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചെന്നാൽ നമ്മളോട് ചോദിക്കും, നിന്റെ ഇമാം ഏതാണ്? ഞാൻ ഖുർആനിനെയാണ് പിന്തുടർന്നത് എന്ന് പറയുകയാണെങ്കിൽ ഖുർആൻ എപ്പോഴും നമ്മളെ മുമ്പിലാണ് ഉണ്ടാകേണ്ടത്. ഏഴാമത്തെ കാര്യം, ഖുർആനിന്റെ മുകളിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ വെക്കാൻ പാടില്ല. ഖുർആനാണ് എപ്പോഴും മുകളിൽ ഉണ്ടാകേണ്ടത്. വീട്ടിലത്തെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ, മൗലൂദ് കിതാബ്, അതല്ലെങ്കിൽ സ്കൂളത്തെ പുസ്തകങ്ങള്, മദ്രസയിലെ പുസ്തകങ്ങള്, മറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും ഖുർആനിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. എപ്പോഴും ഖുർആനാണ് മുകളിൽ ഉണ്ടാകേണ്ടത്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഖുർആനിന്റെ മുകളിൽ ഒരിക്കലും വെക്കരുത്, അത് അദബ് കേടാണ്. എട്ടാമത്തെ കാര്യം, ഖുർആൻ എടുക്കുക, കൊടുക്കുക, വെക്കുക, മറിക്കുക വലതുകൊണ്ടാകുക എന്നുള്ളതാണ്. ഇടത് കൈ കൊണ്ടല്ല ഖുർആൻ കൊടുക്കേണ്ടത്, ഇടത് കൈ കൊണ്ടല്ല ഖുർആൻ മറിക്കേണ്ടത്, ഇടത് കൈ കൊണ്ടല്ല ഖുർആൻ വെക്കേണ്ടതും ഒക്കെ വലത് കൈ കൊണ്ടാവുക. അത് ഖുർആനിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. ഒമ്പതാമത്തെ കാര്യം, ഇത് പല ഉമ്മമാരും, വയസ്സായ ഉമ്മമാരും ഉപ്പമാരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഉമിനീര് കൊണ്ട് പരിശുദ്ധ ഖുർആൻ മറിക്കുക എന്നുള്ളത്. ഖുർആൻ മറിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഉമിനീര് തൊട്ടുകൊണ്ട് മറിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സാധാരണ ക്യാഷ് എണ്ണുന്ന സമയത്ത് പലരും ഉമിനീര് തൊട്ട് എണ്ണാറുണ്ട്. അതുപോലെ ഖുർആൻ നമ്മൾ മറിക്കാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ്, അത് അനാദരവാണ്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ ഉമിനീര് തെറിക്കുന്നത് ശ്രദ്ധിക്കുക. പല ആളുകളും ഖുർആൻ ഓതുമ്പോ എല്ലാ ഉമിനീരും ഉണ്ടാവും പരിശുദ്ധ ഖുർആനില്, ആകെ നനഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുമ്പോൾ ഉമിനീര് ഖുർആനിലേക്ക് തെറിക്കുന്നുണ്ടോ എന്ന് നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11ാമത്തെ കാര്യം, ഖുർആനിന്റെ ഉള്ളിൽ കടലാസ്, ഖുർആനിന്റെ ഉള്ളിൽ ക്യാഷ്, മറ്റുള്ള പേജുകൾ വെക്കാൻ പാടില്ല. പല ഉമ്മമാരും ക്യാഷ് എടുത്ത് വെക്കല് ഖുർആനിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ മയിൽപ്പീലി വെക്കുന്ന ആളുകളുണ്ട് ഖുർആനിന്റെ ഉള്ളില് ക്യാഷ് വെക്കല്, മറ്റുള്ള പേജ് വെക്കല്, പേന വെക്കല്, മറ്റുള്ള പുസ്തകങ്ങൾ വെക്കല്, അതൊക്കെ തെറ്റാണ്, അത് അനാദരവാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഖുർആനിന്റെ ഉള്ളിൽ അനാവശ്യമായി ക്യാഷ്, പേജ്, പൈസ ഒന്നും നമ്മൾ വെക്കാൻ പാടില്ല. ഖുർആനിന്റെ ഉള്ളിൽ ഒരു നൂലുണ്ടാവുമല്ലോ, അത് വാങ്ങുമ്പോ അത് മതി. അല്ല, ചില ആളുകളൊക്കെ ഖുർആനിന്റെ ഉള്ളിൽ അടയാളം വെക്കാൻ വേണ്ടി എഴുതി വെക്കും, ഇങ്ങനെ വരഞ്ഞു വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യരുത്, അത് ഖുർആനാണ്, മറ്റുള്ള പത്രങ്ങളെ പോലെയല്ല. 12ാമത്തെ കാര്യം, ഖുർആൻ അനാവശ്യമായി തുറന്നിടുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്താണ് കുക്കർ വിസിലടിക്കുന്നത്. ഖുർആൻ തുറന്നേച്ച് കുക്കറിന്റെ അടുക്കളയിലേക്ക് നമ്മൾ പോകുകയാണ്. അങ്ങനെ ഖുർആൻ തുറന്നേച്ചു പോകരുത്, ശ്രദ്ധിക്കണം. ഖുർആൻ അടച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. 13ാമത്തെ കാര്യം, ഖുർആൻ തുറന്നുകൊണ്ട് സംസാരിക്കുക, അത് തെറ്റാണ്. നമ്മൾ എന്താ ഓതുന്നത്?
എന്താണ് നമ്മൾ ഓതുന്നത്, പാരായണം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഗ്രന്ഥം. പിന്നെ ആര് സംസാരിച്ചാൽ എന്താ, അതിനേക്കായൊക്കെ നമ്മൾ മുഖ്യമായി നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ഖുർആനിനാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നാൽ അവരോട് സംസാരിക്കണ്ട എന്നല്ല. ചെറിയ കുട്ടികൾ നമ്മൾ അടുക്കിലേക്ക് വന്നാൽ നമ്മൾ ഇങ്ങനെ ഖുർആൻ ഓതുക, അവരോടൊന്നും പറയുന്നില്ല. അവർ ചിലപ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളിങ്ങനെ ഖുർആൻ ഓതിരിക്കല്ല. കുട്ടികളോട് കരുണ കാണിക്കണം. അപ്പോൾ ആ ഓതുന്ന ആയത്ത് മുഴുവനാക്കി ഖുർആൻ അടച്ചു വെക്കുക, നല്ല ഒരു സ്ഥലത്ത് വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. വിരുന്നുകാർ വന്നാൽ അവരെ ആദരിക്കുകയും അവരെ സൽക്കരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക. അല്ലാതെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ സംസാരിക്കല്ല വേണ്ടത്. ഖുർആൻ തുറന്നിട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ നോക്കിയിരിക്കുന്നത് സുന്നത്താണ്, അത് ശ്രദ്ധിക്കുക. പല ആളുകൾക്കും ഖുർആൻ ഓതാൻ അറിയില്ല. പഴയ കാലത്തൊക്കെ പഠിക്കാൻ മദ്രസ സൗകര്യങ്ങളൊന്നും ഇല്ല. സാമ്പത്തികമായ പ്രയാസമൊക്കെ ഉള്ള പല ആളുകളും വിഷമം പറയാറുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പല സൂറത്തുകൾ ഓതണം എന്ന് പറയുമ്പോൾ, പല ആയത്തുകൾ ഓതണം പറയുമ്പോൾ, ഉസ്താദെ ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാ അറിയാത്ത ആളുകൾക്ക് ഖുർആനിലേക്ക് വെറുതെ നോക്കിയാൽ തന്നെ പ്രതിഫലം ലഭിക്കും. ഖുർആൻ ഓതുമ്പോ നോക്കിയാലും പ്രതിഫലം, ഓതാൻ അറിയാതെ ഖുർആനിലേക്ക് നോക്കിയാലും നമ്മൾക്ക് പ്രതിഫലമാണ്. കണ്ണിന് വലിയ ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. ഓതാൻ അറിയാത്തവർക്ക് ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. ഖുർആൻ ബഹുമാനിച്ചതിന്റെ പേരില്, അതിനെ ആദരിച്ചതിന്റെ പേരില്. അപ്പൊ ഓതാൻ അറിയില്ലെങ്കിലും ഉളുവൊക്കെ ഉണ്ടാക്കി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, അത് പുണ്യമുള്ള കാര്യമാണ്. ഇനി പല സഹോദരിമാരും ചെയ്യുന്ന വലിയ ഒരു അപകടമാണ്, പഴയ മുസ്ഹഫ് ഉണ്ടാകും വീട്ടില്. പഴയ മുസ്ഹഫ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ പേജ് മറിക്കുമ്പോൾ കീറിപ്പോരണം, നുരുമ്പിപ്പോരണം. അതിനാണ് പഴയ മുസ്ഹഫ് എന്ന് പറയാ. അങ്ങനെയുള്ള പഴയ മുസ്ഹഫുകള് പല സഹോദരിമാരും കിണറ്റിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ അബദ്ധം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? പരിശുദ്ധ പഴയ മുസ്ഹഫ് എങ്ങനെയാണ് ഈ കിണറ്റിൽ കൊണ്ടുപോയിടല്? ഏത് ഉസ്താദാ ഈ അബദ്ധം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അത് തെറ്റാണ്. ഖുർആൻ കിണറ്റിൽ ഇടാൻ പാടില്ല. പല സഹോദരിമാരും പുഴയിലേക്ക് കൊണ്ടുപോയി ഖുർആൻ ഇടാറുണ്ട്. അതുപോലെ തന്നെ കടലിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. അതൊക്കെ വല്ല നജസിലും പോയിരുന്നാല് അത് മതി നമ്മൾ പരാജയപ്പെടാൻ. അപ്പൊ പഴയ മുസ്ഹഫുകള് അത്രയും പഴകിയിട്ടുണ്ട്, നുരുമ്പി പോകുന്നുണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്? വലിയ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഇരുമ്പിന്റെ തകരമെടുക്കുക, ആ തകരത്തിലേക്ക് ആ മുസ്ഹഫ് വെച്ചുകൊണ്ട് അത് കരിക്കുക, അത് കത്തിക്കുക. കത്തിച്ചിട്ട് അതിന്റെ വെണ്ണുനീര് നമ്മൾ ഒരു കുഴിയിലേക്ക് ആക്കുക. അതിങ്ങനെ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയിടരുത്. ഒക്കെ ഖുർആനിന്റെ ഏട് കത്തിച്ചതല്ലേ. അപ്പൊ അത് ബഹുമാനിക്കുന്ന രൂപത്തിൽ ഒരു കുഴി കുത്തി അതിലേക്കിടയുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കിണറ്റിൽ കൊണ്ടുപോയിടുക, അതല്ലെങ്കിൽ തോട്ടിൽ കൊണ്ടുപോയിടുക, പുഴയിൽ കൊണ്ടുപോയിടുക, കടലിൽ കൊണ്ടുപോയിടുക, ഇതൊക്കെ തനിച്ച അബദ്ധമാകുന്നു എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പഴയ മുസാഫ് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ അറിയില്ല ഉസ്താദ് എന്ന് ആരും പറയരുത്. ദാറുൽ മുബീൻ ക്ലാസ് കാണുന്ന എല്ലാവരും അത് പഠിച്ചു വെക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. പഴയ മുസ്ഹഫ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ നുരുമ്പി പോരണം. നമ്മൾ പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ കീറി പോരുന്നതായിരിക്കണം പഴയ മുസ്ഹഫ്. അല്ലാത്ത മുസ്ഹഫ് ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ഒരു പെട്ടിയിലാക്കി എടുത്തു വെക്കുക. അല്ലാതെ മുസ്ഹഫിനെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇടാൻ പറ്റൂല. മാറാല പിടിക്കുന്ന പൊടി ഇടിക്കുന്ന സ്ഥലത്തൊന്നും ഖുർആൻ കൊണ്ടുപോയി ഇടരുത്. വീട്ടിൽ നാശം ഉണ്ടാകും, വീട്ടിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. അള്ളാഹിന്റെ റഹ്മത്തും തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അള്ളാഹു കാക്കട്ടെ. 16ാമത്തെ കാര്യം, വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഖുർആൻ വെക്കാൻ പാടില്ല. ഖുർആൻ വെക്കാൻ നല്ല ഒരു സ്ഥലം നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഖുർആൻ കൊണ്ടുപോയി വെക്കരുത്. കുട്ടികൾ മൂത്രയിക്കുന്നിടത്ത ഖുർആൻ കൊണ്ടുപോയി വെക്കുക. കുട്ടികൾ ചവിട്ടലും കളിക്കുന്ന സ്ഥലത്ത് ഖുർആൻ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഖുർആൻ വെക്കാൻ നല്ല ഒരു സ്ഥലം നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓതാനിരിക്കുന്ന സ്ഥലവും നല്ല വൃത്തിയുള്ള സ്ഥലമാകണം. കുട്ടികൾ മൂത്രയിക്കുന്ന സ്ഥലത്തല്ല ഖുർആൻ കൊണ്ടുപോയി വെക്കേണ്ടത്. ഈ ഖുർആനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല സഹോദരിമാരും പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുകളാണ്, ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ കുട്ടികളെ മദ്രസയിൽ അയക്കണം, സ്കൂളിലേക്ക് അയക്കണം, അവർ സ്കൂൾ വിട്ടു വന്നാൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മദ്രസ വിട്ടു വന്നാൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണ് ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ സമയമെന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട്. ഈ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് പോയി ഞാനിങ്ങനെ വാഹനത്തിൽ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഉമ്മ കുട്ടിയെ സിറ്റൗട്ടിൽ തൊട്ടിയിൽ ഇങ്ങനെ ആട്ടുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മക്ക് എവിടെ സമയം?
നമുക്ക് സമയമല്ല അല്ലേ? സമയമുണ്ടാക്കാൻ കരുതിയാൽ സമയം ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയും. നമ്മൾ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആനിനോട് ആത്മാർത്ഥത നമ്മൾ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഓതാൻ നമ്മൾക്ക് സമയമില്ലാത്തത്. എന്ത് രസായിരുന്നു! ആ ഉമ്മ കുട്ടിയെ തൊട്ടിൽ ആട്ടുന്നുണ്ട്, ആ ഉമ്മ പരിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട്. ആ ഉമ്മ സമയമുണ്ടാക്കിയത് കണ്ടോ? ഖുർആൻ ഓതാൻ സമയമുണ്ടാക്കിയത് കണ്ടോ? ആ ഉമ്മ പഠിച്ചിട്ടുണ്ട്. ഇരുലോക വിജയത്തിന് പരിശുദ്ധ ഖുർആനാണ് കാരണം. എന്റെ മകൻ നന്നാവാൻ പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതേണ്ടതുണ്ട് എന്ന് ആ ഉമ്മക്ക് നന്നായി അറിയാം. വാടക വീടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല വീട് നൽകട്ടെ, സ്വന്തമായി വീട് നൽകട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ, മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയതിന്റെ പേരില്, ഖുർആൻ ബഹുമാനിച്ചതിന്റെ പേരില് ആ കുടുംബത്തിന് നീ വമ്പം വിജയം നൽകണേ റബ്ബേ. ഇനി 17ാമത്തെ കാര്യം, ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം നമ്മളിലൂടെ കടന്നു പോകാൻ പാടില്ല. ഒരൊറ്റ ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. സഹാബിമാർ അങ്ങനെയായിരുന്നു. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പട്ടിണികൾ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ദുഃഖങ്ങളായിരുന്നു, ശത്രുക്കളുടെ ശല്യമുണ്ടായിരുന്നു. എന്നാൽ പോലും സഹാബിമാർക്ക് ഒരു ദിവസം പോലും ഖുർആൻ ഓതാതെ കഴിഞ്ഞു പോകാറില്ല എന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് എവിടെ തിരക്ക്? നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല, അങ്ങനെ പ്രയാസമില്ല, അങ്ങനെ ബുദ്ധിമുട്ടില്ല, കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല. സഹാബിമാര് അനുഭവിച്ചതിന്റെ ഒരംശം പോലും, ഒരു കടുക് മണിയോളം നമ്മൾ അനുഭവിക്കുന്നില്ല, അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം പോലും ഖുർആൻ ഓതാതെ നമ്മൾക്ക് കടന്നു പോകാൻ പാടില്ല. അള്ളാഹു ഖുർആൻ ഓതാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്നതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.